ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ ബന്ധത്തിൽ നമുക്കിന്ന് സങ്കീർത്തനം 30-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശീർഷകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ദാവീദ് എഴുതിയതാണ് എന്നുള്ളത്. അതിന് യാതൊരു സംശയവുമില്ല, ദാവീദ് തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതിയത്. എന്നാൽ ഇവിടെ ഭവന പ്രതിഷ്ഠാ ഗീതം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ചില അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇതോടുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ പഴയ നിയമത്തിലേക്ക് നാം കടന്നു പോവുകയും 2 ശമൂവേൽ ലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ദാവീദിൻ്റെ ഭവനത്തെക്കുറിച്ചും ദാവീദിൻ്റെ ഭവനത്തിൽ അരമനയിൽ പാർത്ത വിഷയത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നാം വായിക്കുമ്പോൾ 2 ശമൂവേൽ 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ സോർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരു അരമന പണിതു. അപ്പോൾ ദാവീദിന് ഒരു അരമന പണിതു എന്ന്, ഒരു ഭവനം പണിതു എന്ന് ഈ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനോടുള്ള ബന്ധത്തിൽ 1-2 വേദഭാഗങ്ങളോട് വായിച്ചുകൊണ്ട് നമുക്ക് 30-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു പോകാം. 7-ാം അധ്യായം 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത്, അപ്പോൾ ദാവീദിന് ഒരു അരമന ഉണ്ടായിരുന്നു. ആ ദാവീദ് അരമനയിൽ വസിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. അതേ അധ്യായം 7-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. വലിയവനായിരിക്കും ദൈവം ഒരു ഭവനം, ഒരു ഗൃഹം ദാവീദ് വഴി ഉണ്ടാക്കും എന്നുള്ള വസ്തുതയും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ 3 വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ദാവീദിന് ഒരു അരമന ഉണ്ടായിരുന്നു. ആ അരമനയിൽ താൻ പാർത്തു വന്നിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ അരമനയുടെ പ്രതിഷ്ഠാ സമയത്ത് ദാവീദ് രചിച്ച ഒരു പാട്ടാണ് ഈ 30-ാം സങ്കീർത്തനം എന്നുള്ളത് ആ രീതിയിൽ നാം ചിന്തിക്കാവുന്നതാണ്. വേറെ പല വ്യാഖ്യാനങ്ങളുണ്ട്. യെരുശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ എഴുതിയതാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ അരമനയിൽ പാർത്തു എന്ന് പറയുന്നതുകൊണ്ട് അരമനയുടെ പ്രതിഷ്ഠ സമയത്ത് പാടിയ പാട്ട് എന്ന് ചിന്തിക്കുന്നതായിരിക്കും അല്പം കൂടി ഉചിതമായിട്ടുള്ള വസ്തുത. മാത്രമല്ല, ഈ 30-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 30-ാം സങ്കീർത്തനം ഒരു ഭവന പ്രതിഷ്ഠ ഗീതമായിട്ട് പാടത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് നാം ഒരു ഭവന പ്രതിഷ്ഠയ്ക്കായിട്ട് ഏതെങ്കിലും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭവനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ചില വാക്കുകളൊക്കെയും നാം പറയാറുണ്ട്. അത് പണിതതായിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരൊക്കെയാണ്, ഇതിൻ്റെ സാമ്പത്തികമായിരിക്കുന്ന ഏതെല്ലാം രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു, ഈ വിധ വിഷയങ്ങളൊക്കെയും പറയാറുണ്ട്. എന്നാൽ ആ വിധ വിഷയങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ ഉദിക്കാം. എന്നാൽ ഉത്തരവുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ്. ഒരു ഗ്രഹപ്രതിഷ്ഠയ്ക്ക് ആയിട്ട് നാം കടന്നു പോകുമ്പോൾ ആ ഗ്രഹപ്രതിഷ്ഠയിൽ അഥവാ ഒരു ഗ്രഹത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നാം ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട വസ്തുത വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ദാവീദ് 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കാരണം താൻ അനേക വർഷങ്ങൾ വനാന്തരത്തിൽ കൂടി കടന്ന് ആടുകളെ മേയിച്ചുകൊണ്ട് തൻ്റെ ജീവിതം കഴിച്ചു പോന്നു. ഒരു പാർക്കുവാനൊരു ഭവനമില്ലാത്ത, ഒരു കിടക്കുവാനൊരു കട്ടിൽ പോലും ഇല്ലാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ താൻ കഴിഞ്ഞുകൂടിയതായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ ദൈവം ഉയർത്തി. അതുമാത്രമല്ല, തനിക്കൊരു അരമന യഹോവ ആഗ്രഹിച്ചതനുസരിച്ച് ദാവീദിന് ഒരു അരമന പണിതു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ വിധത്തിലും ഭവന പ്രതിഷ്ഠാ സമയത്ത് തൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല, ദൈവം ചെയ്ത നന്മകൾ ഓരോന്നായിട്ട് എടുത്തു പറയുന്ന ഒരു അധ്യായമായിട്ടാണ് 30-ാം സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പുകഴ്ത്തുന്നത്? ഞാൻ നിന്നെ സ്തുതിക്കുവാൻ കാരണം എന്താണ്? അതൊന്നു മാത്രമേ ഉള്ളൂ, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അതായത് നീ എന്നെ ഉയർത്തിയിരിക്കുന്നു.
എവിടെ നിന്നാണ് ഉയർത്തിയത്? 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിറ്റിരിക്കുന്നു. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണൻ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു, എൻ്റെ പ്രാണൻ പാതാളത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ പിടിച്ച് ഉയർത്തി. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ പുകഴ്ത്തും, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കൊണ്ട് വലിയൊരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മെ ആ നാശകരമായിരിക്കുന്ന കുഴിയിൽ നിന്നും, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ പിടിച്ച് ഉയർത്തിയതായിരിക്കുന്ന ഒരു കർത്താവ്. മാത്രമല്ല, ആ കർത്താവ് നമ്മെ ഉയർത്തുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തു എന്നുള്ള വസ്തുത നാം ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കണം വലിയൊരു കടപ്പാട് നമുക്ക് ഉണ്ട്. കാരണം നാം അത്രമാത്രം പാതാളത്തിലേക്ക്, നാശത്തിലേക്ക്, കുഴിഞ്ഞ ചേറ്റിലേക്ക്, നാശകരമായിരിക്കും കുഴിയിലേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും സമയത്ത് ഈ ലോകത്തിൽ ആർക്കും തന്നെ നമ്മെ ആ നാശകരമായി കുഴിയിൽ നിന്ന് കയറ്റി വന്നുകൊണ്ടും കഴിയാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ വലിയവനായിരിക്കും ദൈവം തൻ്റെ ഓമന കുമാരനെ ഈ കാൽവരി ക്രൂശിൽ അയക്കുകയും നമ്മെ നമ്മുടെ കൈ പിടിച്ച് ഉയർത്തുവാൻ തക്കണം ദൈവത്തിന് പ്രസാദം തോന്നുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ആ ദാവീദ് സങ്കീർത്തനക്കാരനോടൊപ്പം തന്നെ നമുക്കും പറയാനുള്ളത്, കർത്താവേ നീ എന്നെ ഉയർത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. ഞാൻ പാതാളത്തിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് നീ എൻ്റെ കൈ പിടിച്ചെന്നെ ഉയർത്തി എന്ന് നമുക്ക് പറയുകയും അവനെ സ്തുതിക്കുകയും ചെയ്യേണ്ട ഒരു കടപ്പാടുണ്ട്. അതുമാത്രമല്ല, ഈ ഭവന പ്രതിഷ്ഠ നമുക്കൊരു മാതൃക കൂടിയാണ്. കാരണം നാം ദൈവം നമ്മോട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുകയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ വീണ്ടും എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ദാവീദിനുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. എനിക്ക് ശത്രുക്കളുണ്ട്, എന്നാൽ എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കിയില്ല. പ്രിയരെ, ഇത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കണം ഇത് മുഖാന്തരം നാം കടംപ്പെട്ടവരാണ്. എൻ്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ എന്താണ് നാം കാണുന്നത്? നീ എന്നെ സൗഖ്യമാക്കി. ഞാൻ ഏതെങ്കിലും ശാരീരികമായിരിക്കുന്ന സൗഖ്യം മാത്രമല്ല, പാപരോഗത്തിന് അടിമപ്പെട്ട് നാം കിടന്നിരുന്നു നമ്മെ പാപരോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം തരുവാൻ തക്കണം കർത്താവിന് പ്രസാദം തോന്നി. അതിൻ്റെ 3-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് പിടിച്ച് ഉയർത്തിയിരിക്കുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത്, നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. രക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷയ്ക്ക് അർഹപ്പെട്ടതായിരിക്കും നമുക്ക് ദൈവം രക്ഷ തരികയും നമ്മെ ഉയർത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടെ ദൈവം ചെയ്തു. എന്താണ് ചെയ്തത്? നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഞാൻ വിലാപത്തിലായിരുന്നു, ഞാൻ കണ്ണുനീരിൽ ഞാൻ എൻ്റെ ജീവിതം കഴിച്ചുകൂടിയിരുന്നു. എന്നാൽ ആ വിലാപം നിർത്തി. അത് മാത്രമല്ല, വിലാപത്തിന് പകരം വേറൊരു സന്തോഷത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതായത് വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. വിലാപം ഇവിടെ കിടക്കുന്നു, നൃത്തം ഇവിടെ കിടക്കുന്നു. വിലാപം നിർത്തുക മാത്രമല്ല, വിലാപത്തിന് പകരം വിലാപം നീക്കിയത് മാത്രമല്ല, അതിന് പകരമായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ നൃത്തത്തിൻ്റെതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം പറയുന്നത്, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുതകളാണ്. ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വലിയവനായിരിക്കുന്ന ദൈവത്തെ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, രട്ടുടുത്തതായിരിക്കുന്ന ചാരത്തിൽ
ഇടുന്നതായിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് മൊർദെഖായിയുടെ ആ വിഷയത്തിൽ നാം കാണുന്നുണ്ട്, എസ്തേർ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അത് മുഖാന്തരം എന്ത് ചെയ്തു? അവർക്ക് വളരെ സമാധാനം ഉണ്ടായി, സന്തോഷം ഉണ്ടായി നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇയ്യോബിന്റെ കാര്യത്തിലും രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന ഒരു അനുഭവം. എന്നാൽ 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ രട്ടുടുത്തതിൽ നിന്നും വലിയ ആ വിലാപത്തെ നൃത്തമാക്കി തീർത്ത ഒരു സന്ദർഭം എസ്തേർ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവര് രട്ടുടുത്ത് ജീവിക്കുന്ന ഒരു അവസരം വന്നെങ്കിലും അവസാനം അവർക്ക് സന്തോഷത്തെ ഉടുപ്പിച്ചു. ഇയ്യോബിന്റെ ജീവിതത്തിലും അങ്ങനെ അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ രട്ടിന്റെ അനുഭവത്തിൽ കൂടി, വെണ്ണീരിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം അത് നൃത്തമാക്കി തീർത്തു, അത് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി തീർത്തു. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരാം. ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ. നമുക്ക് സ്തുതി പാടണം. അത് ദാവീദ് പറയുന്നത്, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളതായിരിക്കും സകല വിശുദ്ധന്മാരും എന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. അതേ പ്രിയരെ, ഇന്ന് പകൽ സമയത്ത് അവൻ്റെ സന്നിധിയിലേക്ക് ഞാൻ തനിയല്ല, എന്നോടൊപ്പം കാൽവരി ക്രൂസിൽ ഒഴുക്കിയതായിരിക്കുന്ന രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ പാടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ടും നാം മുൻപോട്ട് വരേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, 4-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത്, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. സ്തുതിയും സ്തോത്രവും നമ്മുടെ നാവിൽ നിന്നും ഉയരേണ്ടത് ആവശ്യമാണ്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് എന്താണ്? നാം കാണുന്നത് 12-ാം വാക്യത്തിൽ, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. പ്രിയരെ, ഇനി നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയുകയില്ല. കാരണം വലിയവനായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്തു. വലിയവനായിരിക്കും ദൈവം എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്നെ ഉയർത്തിയിരിക്കുന്നു. വലിയവനായിരിക്കും ദൈവം എന്നെ ശത്രുക്കൾ സന്തോഷിപ്പാൻ ഇടയാക്കാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിച്ചു. വലിയവനായിരിക്കും ദൈവം എന്നെ സൗഖ്യമാക്കി. വലിയവനായിരിക്കും ദൈവം നാശത്തിലേക്ക് കടന്നുപോയി നമ്മെ കരം പിടിച്ച് നമ്മെ ഉയർത്തി. അതുമാത്രമല്ല, ജീവരക്ഷ തന്നിരിക്കുന്നു. അതുമാത്രമല്ല, വിലാപത്തെ അത് നൃത്തമാക്കി തീർത്തു, രട്ടൊഴിച്ച് സന്തോഷം ഉടുപ്പിച്ചു. ഈ വിധ കാര്യങ്ങളെല്ലാം വലിയവനായിരിക്കും ദൈവം ചെയ്തു. മാത്രമല്ല, നമ്മോടുള്ള ബന്ധത്തിലും ഇന്ന് രാവിലെ സമയത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വലിയവനായിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ചെയ്തതായിരിക്കുന്ന ഓരോ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് നമുക്കിനി മൗനമായിരിക്കാൻ കഴിയുമോ? മൗനമായിരിക്കാൻ എന്താണ് പറയുന്നത്? 12-ാം വാക്യത്തില്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത്, നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് കടപ്പാടുണ്ട്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അതേ പ്രിയരെ, ഈ 30-ാം സങ്കീർത്തനം ഒരു ഗ്രഹപ്രതിഷ്ഠ ഗീതമായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്നാൽ ആ സമയത്തും ദാവീദിന് ഓർക്കുവാൻ തക്കുള്ളത് താൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു. ഒരു ആട്ടിടയനായിരിക്കുന്ന ഒരു ചെറുക്കൻ അവനെ അരമനയിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ തക്കണം ആ ദൈവത്തിന് പ്രസാദം തോന്നി. അതുപോലെ തന്നെ നാം ഏത് സാഹചര്യത്തിലായിരുന്നു, ഇസ്രായേൽ പൗരതോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായി ജീവിച്ച നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായിരിക്കുന്ന പദവിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തിയത് കൊണ്ട് ഇനി നമുക്ക് മൗനമായിരിക്കാൻ പാടില്ല. മൗനമായിരിക്കാതെ നമുക്ക് സ്തുതി പാടാം. ദൈവം ഈ വചനം മുഖാന്തരം ദൈവം നമ്മെ ഇവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.